പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം റോമാലേഖനം 14 അധ്യായത്തിൽ 17 തിരുലിഖിതം. ദൈവരാജ്യം എന്നാൽ ഭക്ഷണമോ പാനീയമോ അല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും അത്രേ. പ്രൈസ് ദി ലോർഡ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഈ ശുശ്രൂഷകൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് സ്പർശിച്ചുണർത്തിയ എല്ലാ ദൈവമക്കളും, കുടുംബങ്ങളും, വംശങ്ങളും, സമൂഹങ്ങളും, സ്ഥാപനങ്ങളും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ മുമ്പിൽ എളിമയോടുകൂടെ കണ്ണുകളടച്ച് കരങ്ങൾ തുറന്ന് പിടിച്ച് പ്രാർത്ഥിക്കട്ടെ. രോഗികൾ പ്രാർത്ഥിക്കണം, ക്ഷീണിതർ പ്രാർത്ഥിക്കണം, തളർന്ന മക്കളെല്ലാം പ്രാർത്ഥിക്കണം. എല്ലാ ദൈവമക്കളും ഹൃദയങ്ങൾ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ തുറക്കട്ടെ. ഓ സർവശക്തനായ കർത്താവേ, ബാറൂക്കിൻ്റെ പുസ്തകത്തിൽ 3 അധ്യായത്തിൽ 1 വാക്യത്തിൽ ഞങ്ങൾക്കായി വെളിപ്പെട്ട വചനം ഞങ്ങൾ ഏറ്റുപറയുന്നു. ഇസ്രായേലിൻ്റെ ദൈവമേ, ദുഃഖിതമായ ആത്മാവും തളർന്ന ശരീരവും ഇതാ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. കർത്താവേ ശ്രവിക്കണമേ, കർത്താവേ ക്ഷമിക്കണമേ, കർത്താവേ ഞങ്ങളോട് കരുണ തോന്നണമേ. ഓ ദൈവമേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മകൻ്റെയും മകളുടെ മേൽ അങ്ങയുടെ കാരുണ്യം കരകവിഞ്ഞൊഴുകട്ടെ. പാപങ്ങൾ ക്ഷമിക്കണമേ കർത്താവേ, ക്ഷീണങ്ങളെ എടുക്കണമേ കർത്താവേ, മനപ്രയാസങ്ങളെ സുഖപ്പെടുത്തണമേ കർത്താവേ. ദുഃഖിതമായ ആത്മാക്കളെ ഇപ്പോൾ സ്പർശിച്ചുണർത്തണമേ. ദാനിയേലിൻ്റെ പുസ്തകം 9 അധ്യായം 18 തിരുലിഖിതം. ഞങ്ങളുടെ യാചനകൾ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നത് ഞങ്ങളുടെ നീതിയിലല്ല, അങ്ങയുടെ മഹത്തായ കാരുണ്യത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ടാണ്. ഓ ഇസ്രായേലിൻ്റെ ദൈവമേ ശ്രവിക്കണമേ. ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും പാപം ചെയ്തു പോയി. ഓ കർത്താവേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ, വംശങ്ങൾ, സ്ഥാപനങ്ങൾ, സമൂഹങ്ങൾ, ജനപദങ്ങൾ, ഗോത്രങ്ങൾ, ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും പാപം ചെയ്തവരാണ്. ഓ കർത്താവേ,
കുടുംബങ്ങളോടും വംശങ്ങളോടും കരുണ തോന്നണമേ. പാപത്തിൻ്റെ കോട്ടകളെ കുടുംബങ്ങളിൽ നിന്ന് തകർക്കണമേ കർത്താവേ. ഒത്തിരി തലമുറകളായി പാപം അടിമപ്പെടുത്തിയ തലമുറകളെ ഇന്ന് ഈ നിമിഷങ്ങളിൽ വിടുവിച്ച് അത്ഭുത അഭിഷേകം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തഴക്കദോഷങ്ങളുടെ ആധിപത്യങ്ങൾ തകരട്ടെ. പാപത്തിൻ്റെ അവകാശവാദങ്ങളെ യേശുനാമത്തിൽ വിച്ഛേദിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബങ്ങൾ യേശു ക്രിസ്തുവിന് വേണ്ടി അവകാശപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, ബാറൂക്കിൻ്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ 31-ാം തിരുലിഖിതം, ശ്രവിക്കുന്ന കാതുകളും അനുസരിക്കുന്ന ഹൃദയവും ഞാൻ അവർക്ക് നൽകും അങ്ങ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. അനുസരിക്കുന്ന ഹൃദയവും ശ്രവിക്കുന്ന കാതുകളും നൽകി അനുഗ്രഹിക്കണമേ കർത്താവേ. 94-ാം സങ്കീർത്തനത്തിൽ 18-ാമത്തെ തിരുലിഖിതം, എൻ്റെ കാല് വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും അവിടുത്തെ വാത്സല്യം എന്നെ താങ്ങി നിർത്തി. ഓ കർത്താവേ, തെന്നുന്ന വഴികൾ നിൽക്കുന്നവർ, പെട്ടെന്ന് തെറ്റി വീഴുന്നവർ, ഒരു ചെറിയ പാപത്തിന് മുമ്പിൽ പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്തവർ, അങ്ങയുടെ കാരുണ്യം കൊണ്ട് അവരെ താങ്ങി നിർത്തണമേ. ദുർബല മനസ്സുള്ളവർ, സംശയ രോഗികൾ, എപ്പോഴും വെറുപ്പ് തോന്നുന്നവർ, വൈരാഗ്യത്തിൻ്റെ അടിമകളായിരിക്കുന്നവർ, എപ്പോഴും സങ്കടം അനുഭവിക്കുന്നവരെ ഇപ്പോൾ ഈശോയെ സുഖപ്പെടുത്തണമേ, സ്പർശിക്കണമേ. 94-ാം സങ്കീർത്തനത്തിൽ 21, 22, 23 വാക്യങ്ങൾ, അവർ നീതിമാനെതിരെ ഒത്തുചേരുന്നു, നിർദോഷന്റെ ജീവനെതിരെ അവർ സംഘം ചേരുന്നു. ഓ ദൈവമേ, അവിടുന്നാണ് എൻ്റെ അഭയകേന്ദ്രം, എൻ്റെ ദൈവമാണ് എൻ്റെ ശക്തി കേന്ദ്രം. അവരുടെ അകൃത്യങ്ങളെ അവിടുന്ന് അവരിലേക്ക് തന്നെ തിരിച്ചുവിടും. അവരുടെ ദുഷ്കൃത്യങ്ങൾ അവരെ തൂത്തെറിയും. ഓ കർത്താവേ, മനഃപൂർവം നിർദോഷരെയും നീതിമാന്മാരെയും നിരാലംബരെയും അനാഥരെയും വിധവകളെയും ദ്രോഹിക്കുന്ന ശത്രുപീഡകളുടെ മേഖലകളെ അവിടുന്ന് കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവേ, ക്രൂരമായും കിരാതമായും നിസ്സഹായരെ പീഡിപ്പിക്കുന്നവരുടെ മേൽ ഇപ്പോൾ അവിടുത്തെ ആത്മാവ് വ്യാപരിക്കട്ടെ. നിസ്സഹായർക്ക് നീതി നൽകുന്ന ആത്മാവ് വ്യാപരിക്കട്ടെ. ദുർബലരെ ശക്തിപ്പെടുത്തണമേ. ഓ കർത്താവെ, ദുർബലരെ ശക്തിപ്പെടുത്തണമേ. 145-ാം സങ്കീർത്തനത്തിൽ 14-ാം തിരുലിഖിതം, കർത്താവ് വീഴുന്നവരെ താങ്ങുന്നു, നിലം പരിശായവരെ എഴുന്നേൽപ്പിക്കുന്നു. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവെ, വചനത്തിൻ്റെ അഭിഷേകങ്ങൾ വ്യാപരിക്കട്ടെ. കുടുംബങ്ങളിൽ നിന്ന് തിന്മയുടെ കെട്ടുകൾ അഴിയട്ടെ. കുടുംബങ്ങൾ ഇപ്പോൾ അത്ഭുത ശക്തി പ്രാപിക്കട്ടെ, അത്ഭുത സ്പർശനങ്ങൾ പ്രാപിക്കട്ടെ, അത്ഭുത അഭിഷേകങ്ങൾ പ്രാപിക്കട്ടെ, അത്ഭുത സൗഖ്യങ്ങൾ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. റോമാലേഖനം 14:17, ദൈവരാജ്യം എന്നാൽ ഭക്ഷണമോ പാനീയമോ അല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാകുന്നു. പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്ന് ലോകം ചെയ്യുന്ന വലിയൊരു തെറ്റുണ്ട്. അതിൻ്റെ പേരാണ് സെക്കുലറിസം. ദൈവത്തിന്റെ മക്കൾ ഇത് അറിയണം. ജ്ഞാനത്തിന്റെ പുസ്തകം 14:22, ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ അവർക്ക് തെറ്റുപറ്റിയെന്ന് മാത്രമല്ല, സംഘർഷത്തിൽ ജീവിക്കുന്നവർ വലിയ തിന്മകളെ സമാധാനമെന്ന് വിളിക്കുന്നു. സെക്കുലറിസത്തിന്റെ ആത്മാവിന്റെ പൂർണ്ണമായ പിടിയിൽ അമർന്നിട്ട് പേരിന് വേണ്ടി സന്ധിക്ക് ഒരു പ്രാർത്ഥനയും പേരിന് വേണ്ടി ഞായറാഴ്ച ഒരു കുർബാന അർപ്പിച്ചിട്ട് ഞങ്ങൾ ആത്മീയരാണ് എന്ന് ധരിച്ചു വശാകരുത്. മക്കളെ, ഈ യാത്ര സ്വർഗരാജ്യത്തിലേക്കല്ല, ഈ യാത്രയുടെ അവസാനം തീ നരകമായിരിക്കും. സഭാപ്രസംഗന്റെ പുസ്തകം 5-ാം അധ്യായം 1-ാം വാക്യം വചനം പഠിപ്പിക്കുന്നു, തങ്ങൾ തിന്മയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഭോഷന്മാർ അറിയുന്നില്ല. സെക്കുലറിസത്തിന്റെ ആത്മാവിന്റെ പിടിയിൽ അമർന്ന് ദിവസം മുഴുവനും സുഖഭോഗങ്ങൾക്ക് വേണ്ടി സ്വന്തം ജഡത്തിന്റെ ഇച്ഛകൾ നിവർത്തിക്കാൻ വേണ്ടിയും സമയവും ഊർജവും പണവും ശേഷിയും ശേമുഷിയെല്ലാം ചെലവഴിച്ചിട്ട് പേരിന് വേണ്ടി ഒരു പ്രാർത്ഥന, പേരിന് വേണ്ടി ഒരു ഞായറാഴ്ച ആചരണം, ഇത് ചെയ്തിട്ട് ഞാനൊരു ആത്മീയനാണ് എന്ന് ധരിച്ച് മുന്നോട്ട് പോയി അബദ്ധത്തിൽ പെടരുത്. പ്രിയ മകനെ, മകളെ, ദൈവരാജ്യത്തിന്റെ ആത്മാവാണോ സെക്കുലറിസത്തിന്റെ ആത്മാവാണോ നിന്നെ നയിക്കുന്നത് എന്ന് നീ വിവേചിച്ച് മനസ്സിലാക്കണം. എന്താ സെക്കുലറിസത്തിന്റെ ആത്മാവിന്റെ പ്രത്യേകത? അതാണ് ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 18-19 തിരുലിഖിതങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നത്. പലരും ക്രിസ്തുവിന്റെ കുരിശിന്റെ
ശത്രുക്കളായി ജീവിക്കുന്നു എന്ന് മുമ്പ് പലപ്പോഴും നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴും കണ്ണുനീരോടെ ആവർത്തിക്കുന്നു. നാശമാണ് അവരുടെ അവസാനം, ഉദരമാണ് അവരുടെ ദൈവം. ലജ്ജാകരമായതിൽ അഭിമാനം കൊള്ളുന്നു. ഭൗമികമായത് മാത്രം അവർ ചിന്തിക്കുന്നു. ഭൗമികമായത് മാത്രം അവർ ചിന്തിക്കുന്നു. ഈ ശരീരത്തിന്റെ ആവശ്യങ്ങൾ മാത്രം അവർ ചിന്തിക്കുന്നു. ഈ ജഡത്തിൽ അവർ ശരണം വെക്കുന്നു. ഈ ജഡത്തിന് വേണ്ടി അവർ പ്രവർത്തിക്കുന്നു. ഈ ജഡത്തിന് വേണ്ടി അവർ ജീവിക്കുന്നു. ഈ ജഡത്തിൽ തന്നെ നശിക്കുന്നു. അതാണ് ഗലാത്യ ലേഖനം 6:8 സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും. ആത്മാവിനായി വിതയ്ക്കുന്നവനാകട്ടെ ആത്മാവിൽ നിത്യജീവൻ കൊയ്തെടുക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഇന്ന് ഈ ലോകത്തിന്റെ ഗതി എങ്ങോട്ടാ? ഇന്ന് ഈ ലോകത്തെ ഗ്രസിച്ചിരിക്കുന്ന ആത്മാവ് എന്താ? ഇന്ന് നമ്മുടെ ഭരണാധിപന്മാരെ ഗ്രസിച്ചിരിക്കുന്ന ആത്മാവ് എന്താ? ഇന്ന് നമ്മുടെ പത്രമാധ്യമങ്ങളെ ഗ്രസിച്ചിരിക്കുന്ന ആത്മാവ് എന്താ? ഇന്ന് നമ്മുടെ സഭാ സമൂഹങ്ങളെ ഗ്രസിച്ചിരിക്കുന്ന ആത്മാവ് എന്താ? ഇന്ന് നമ്മുടെ കുടുംബങ്ങളെ ഗ്രസിച്ചിരിക്കുന്ന ആത്മാവ് എന്താ? അല്ല, നമ്മുടെ ജീവിതത്തെ ഗ്രസിച്ചിരിക്കുന്ന ആത്മാവ് എന്താണ്? ചിന്തിച്ചു നോക്കണുണ്ടോ? പത്രം ഒന്ന് എടുത്തു നോക്കുക. പത്രത്തിൽ എല്ലാത്തിനും പങ്ക്തികളും കോളങ്ങളും ഉണ്ട്. വൈവാഹിക കോളം, സ്പോർട്സിന് കോളം, വിനോദത്തിന് കോളം, ജോലി മേഖലകൾക്ക് കോളം, എല്ലാത്തിനും സ്ഥലമുണ്ട്. ക്രിക്കറ്റിനാകട്ടെ, ഫുട്ബോളിനാകട്ടെ, തൊഴിലിനാകട്ടെ, വിദ്യാഭ്യാസത്തിനാകട്ടെ, ആരോഗ്യത്തിനാകട്ടെ, സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന കാര്യമാകട്ടെ, എന്തിനും കോളങ്ങളുണ്ട്. ചരമത്തിന് പോലും കോളങ്ങളുണ്ട്. എന്നാൽ മനുഷ്യന്റെ ആത്മാവിന്റെ സുസ്ഥിതിയെക്കുറിച്ച്, മനുഷ്യന്റെ ആത്മാവിന്റെ നിത്യതയെക്കുറിച്ച് ദൈവത്തിന്റെ മക്കളെ പഠിപ്പിക്കാൻ പത്രത്തിൽ എന്തുകൊണ്ട് ഇടം കിട്ടുന്നില്ല? മറ്റെല്ലാത്തിനും പങ്ക്തികളും കോളങ്ങളും ഉണ്ടല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താ പത്രക്കാർക്ക് അതിന് ധർമ്മമില്ലേ? മനുഷ്യന്റെ ശരീരം മാത്രമല്ല, മനുഷ്യന്റെ ആത്മാവും കൂടെ ഉണ്ടെന്നും മനുഷ്യൻ മൃഗത്തിൽ നിന്ന് വ്യത്യാസപ്പെട്ടവനാണെന്നും അറിയുന്നില്ലേ? നിങ്ങളുടെ പത്രങ്ങൾ വായിക്കുന്ന ഓരോ ദൈവ പൈതലിന്റെയും ആത്മാവിന്റെ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കാൻ ഉത്തരവാദിത്തമുള്ള പത്രധർമ്മം ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾക്ക് ധർമ്മമുണ്ടെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. TV ചാനലുകൾ എടുത്ത് നോക്കുക. മുഴുവൻ സമയവും എല്ലാ കാര്യത്തിനും കോളങ്ങളും സ്ഥലങ്ങളും ഇടങ്ങളും ഉണ്ട്. എന്നാൽ മനുഷ്യന്റെ ആത്മാവിനെ സ്പർശിക്കുന്ന ആത്മീയതയെ കുറിച്ച് പ്രതിപാദിക്കാൻ സമയമുണ്ടോ? ആത്മീയതയുടെ വാർത്ത കൊടുക്കാനായിട്ട് മനസ്സുണ്ടോ? മനുഷ്യന്റെ ജഡത്തെ സംബന്ധിച്ച കാര്യങ്ങൾ കുത്തി നിറച്ച് 24 മണിക്കൂറും ഇന്ന് ലോകത്തെ ദുഷിപ്പിക്കുന്ന പ്രവർത്തനത്തിലല്ലേ നിങ്ങൾ വ്യാപൃതരായിരിക്കുന്നത്? യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു, മനുഷ്യന് ശരീരം മാത്രമല്ല ആത്മാവുമുണ്ട്. ഈ ആത്മാവിന്റെ നിത്യതയ്ക്ക് വേണ്ടി ഈ ദൈവത്തിന്റെ മക്കളെ പ്രബോധിപ്പിക്കാനും അറിയിക്കാനുമുള്ള ഒരു ഉത്തരവാദിത്തം വാർത്താ മാധ്യമങ്ങൾ നിലയിൽ നിങ്ങൾക്കുണ്ട് എന്ന് ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അറിയിക്കുന്നു. നമ്മുടെ ഭരണകൂടങ്ങളെ എടുക്കുക, ഭരണാധിപന്മാരെ എടുക്കുക, എന്താ മുഖ്യ ചിന്ത? ഉദ്യോഗസ്ഥന്മാരെ എടുക്കുക, എന്താ മുഖ്യ ചിന്ത? ദൈവത്തിന്റെ മക്കളുടെ സകല കാര്യങ്ങളെ കുറിച്ച് അവർ വ്യഗ്രചിത്തരാണ്. ജോലി, പാർപ്പിടം, ഭക്ഷണം, വസ്ത്രം, പഠനം, വിദ്യാഭ്യാസം, സുരക്ഷിതത്വം, എല്ലാ കാര്യത്തെ, ഗതാഗതം, എല്ലാ കാര്യത്തെ കുറിച്ച് അവർക്ക് ചിന്തയുണ്ട്. എന്നാൽ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം അവർ ചിന്തിക്കുന്നില്ല. ഈ ദൈവത്തിന്റെ മക്കളുടെ ആത്മാവിനെ കുറിച്ച് തെല്ലും ഒരു സെക്കൻഡ് പോലും അവർ പര്യാകുലപ്പെടുന്നില്ല. ഇവരുടെ ആത്മാവിന്റെ സ്ഥിതി എന്താണ്? ഇവർ ഈ വിധത്തിൽ പോയാൽ നാളെ മരണത്തിന് ശേഷം ഇവരുടെ ആത്മാവിന്റെ സ്ഥിതി എന്തായിരിക്കും? ഇതിനെക്കുറിച്ച് ഒട്ടും ആരും ചിന്തിക്കുന്നില്ല. ഇത് അങ്ങേയറ്റം തെറ്റാണത്. ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു നാൾ നിങ്ങൾ ഇതിന് കണക്ക് കൊടുക്കേണ്ടി വരും. ഈ അധികാരം നൽകപ്പെട്ടിരിക്കുന്നത് ദൈവത്തിന്റെ കൈകളിൽ നിന്നാണ്. ഈ ജനം മുഴുവനും ദൈവത്തിന്റെ ജനമാണ്. ഈ ഭൂമി ജനിക്കുന്ന ഓരോ ജീവിതവും ദൈവത്തിന്റെ ജീവിതങ്ങളാണ്, ദൈവത്തിന്റെ സൃഷ്ടിയാണ്, ദൈവത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. ഇത് നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കാലത്ത് നിങ്ങൾ ഇവർക്ക് ആത്മാവിന്റെ കാര്യങ്ങളെ കുറിച്ച് ഇവിടെ ചിന്തിക്കുന്നുണ്ടോ? മത്തായിയുടെ സുവിശേഷം 18:14, ഈ ചെറിയവരിൽ ഒരുവൻ പോലും നഷ്ടപ്പെട്ടു പോകാൻ എന്റെ സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നില്ല.
എന്നാൽ ഇന്ന് ഭരണകൂടങ്ങളെ സെക്കുലറിസത്തിന്റെ ആത്മാവ് പിടിയിൽ അമർത്തിയിരിക്കുകയാണ്. ഇന്ന് പത്രമാധ്യമങ്ങളെ സെക്കുലറിസത്തിന്റെ ആത്മാവ് പിടിയിൽ അമർത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട ഭരണാധിപ, നിന്റെ പഞ്ചായത്തിൽ, നിന്റെ ജില്ലയിൽ, നീ ഭരിക്കുന്ന സംസ്ഥാനത്ത് നിന്നെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ മക്കളുടെ ആത്മാവിന്റെ കണക്ക് കൂടെ നീ കൊടുക്കേണ്ടി വരും. വിശുദ്ധ ഗ്രന്ഥം ഫറവോയോട് ഇപ്രകാരം പറയുന്നു. റോമാലേഖനം 9-ാം അധ്യായം അതിൽ 17-ാം തിരുലിഖിതം വിശുദ്ധ ഗ്രന്ഥം ഫറവോയോട് പറയുന്നു, ഭൂമിയിലെങ്ങും എൻ്റെ നാമം ഉദ്ഘോഷിക്കപ്പെടുന്നതിന് വേണ്ടിയും എൻ്റെ ശക്തി നിന്നിൽ പ്രകടമാകുന്നതിന് വേണ്ടിയാണ് ഞാൻ നിന്നെ ഉയർത്തിയത്. ഫറവോ ഒരു ക്രിസ്തീയ പൈതലായിരുന്നില്ല. ഫറവോ ഒരു വിശ്വാസമുള്ള ദൈവത്തിന്റെ പൈതൽ, ദൈവവിശ്വാസമുള്ള ഒരു വിശ്വാസിയായിരുന്നില്ല. എങ്കിലും ദൈവം ഭരണാധികാരിയോട് അരുളി ചെയ്തു, ഭൂമിയിലെങ്ങും എൻ്റെ നാമം ഉദ്ഘോഷിക്കപ്പെടുന്നതിന് വേണ്ടിയും എൻ്റെ ശക്തി നിന്നിൽ പ്രകടമാകുന്നതിന് വേണ്ടിയുമാണ് ഞാൻ നിന്നെ ഉയർത്തിയത്. ഇന്ന് ജനത്തെ ഭരിക്കുന്ന എല്ലാ ഭരണാധിപന്മാരോടും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പറയുന്നു, എൻ്റെ ശക്തി നിന്നിൽ പ്രകടമാകുന്നതിന് വേണ്ടിയും എൻ്റെ നാമം ഭൂമിയിലേക്ക് ഉദ്ഘോഷിക്കപ്പെടുന്നതിന് വേണ്ടിയും എൻ്റെ ജനത്തിൻ്റെ ആത്മാവിൻ്റെ നിത്യത സുഭദ്രമാക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഞാൻ നിന്നെ ഉയർത്തിയത്. ഇതിന് നിശ്ചയമായി നീ കണക്ക് കൊടുക്കേണ്ടി വരും. നിന്റെ ഭരണകാലം അവസാനിക്കുമ്പോൾ മുമ്പ് നിന്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ജനത്തിന്റെ ആത്മാവിനെ കൂടി നീ ചിന്തിക്കണം. ഇത് ദൈവദത്തമായ ഒരു കടമയാണ്. ഇത് അങ്ങേറ്റം ലംഘിക്കപ്പെട്ട് ഇതാ കിടക്കുകയാണ്. കുടുംബത്തിലെ അപ്പൻ എന്ന നിലയിൽ, കുടുംബത്തിലെ അമ്മ എന്ന നിലയിൽ, അപ്പ അമ്മ നിന്റെ മുഖ്യ വിചാരം എന്താണ്? കുടുംബത്തിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന മക്കളുടെ ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? ജഡത്തിന്റെ കാര്യങ്ങളെല്ലാം നിവർത്തിച്ചു കൊടുക്കാൻ നീ എത്രയോ കഷ്ടപ്പെടുന്നു. ഭക്ഷണം കൊടുക്കണം, പാർപ്പിടം കൊടുക്കണം, സുരക്ഷിതം കൊടുക്കണം, മരുന്ന് കൊടുക്കണം, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ കൊടുക്കണം, ചെരുപ്പ് കൊടുക്കണം, പൊട്ട് കൊടുക്കണം, എല്ലാത്തിനും നീ കഷ്ടപ്പെടുന്നില്ലേ? തതുല്യമായൊരു സമയം ആ പൈതലിന്റെ ആത്മാവിന്റെ നിത്യത ഭദ്രമാക്കാൻ വേണ്ടി കൂടി ഒരു അപ്പൻ എന്ന നിലയിൽ, ഒരു അമ്മ എന്ന നിലയിൽ നീ ഉത്സാഹിക്കുന്നുണ്ടോ? നിനക്ക് തന്നെ വിശ്വാസമുണ്ടോ? നിന്റെ തന്നെ ആത്മാവിന്റെ സ്ഥിതി എന്താണ്? ദൈവത്തിന്റെ വചനം ദൈവമക്കളെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു പ്രബോധനം റോമാ ലേഖനത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ തിരുലിഖിതത്തിലുണ്ട്. ജഡികരായി ജീവിക്കുന്നെങ്കിൽ തീർച്ചയായും മരിക്കും. ജഡികരായി ജീവിക്കുന്നു പറഞ്ഞാൽ ശരീരത്തിന്റെ ആവശ്യങ്ങളെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂവെങ്കിൽ, ജഡത്തിന്റെ ഇച്ഛകൾ മാത്രമേ നിവർത്തിക്കുന്നുള്ളൂവെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. ഈ ജഡത്തിൽ ശരണം വെക്കാതെ ആത്മാവിന്റെ നിത്യതയെ ലക്ഷ്യമാക്കി ആത്മീയ മാർഗത്തിൽ ജീവിക്കാൻ മക്കളെ പഠിപ്പിക്കുന്നുണ്ടോ? പൗരന്മാരെ പഠിപ്പിക്കുന്നുണ്ടോ? തിരുസഭയുടെ മക്കളെ പഠിപ്പിക്കുന്നുണ്ടോ? ഇതിന് നാം എല്ലാവരും കണക്ക് കൊടുക്കേണ്ടി വരും. അല്ലയോ യുവാവേ, യുവതി, നിന്റെ സ്ഥിതി ഇന്ന് എന്താണ്? അല്ലയോ ബാലികാ ബാലന്മാരെ, നിങ്ങളുടെ സ്ഥിതി ഇന്ന് എന്താണ്? നിങ്ങളുടെ ആത്മാവിനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കുന്നുണ്ടോ? നിങ്ങളുടെ സമയത്തിന് സിംഹഭാവം എന്തിനു വേണ്ടിയാണ് ചെലവഴിക്കുന്നത്? ശരീരത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയും ലോകത്തിന്റെ ഉയർച്ചയിൽ, ലോക ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾ ആത്മീയരല്ല. നിങ്ങൾ കേവലം ഭൗതികന്മാർ മാത്രമാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർ ആരാണ്? നിങ്ങൾ ബഹുമാനിക്കുന്ന നിങ്ങൾ നേതാക്കന്മാരായി നിങ്ങളുടെ തലയെ ചുമന്നു കൊടുക്കുന്നത് ഏത് തരത്തിൽപ്പെട്ടുള്ളവരാണ്? അച്ഛൻ ഈ അടുത്ത കാലത്ത് അമേരിക്കൻ ഇലക്ഷനെ കുറിച്ച് അറിയാനിട വന്നു. അമേരിക്കൻ ഇലക്ഷൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ബറാക് ഒബാമ, അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട അന്ന് തെരഞ്ഞെടുപ്പിന്റെ ഫലം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ആയിരങ്ങൾ, പതിനായിരങ്ങൾ സ്റ്റേഡിയത്തിൽ തടിച്ചുകൂടി വലിയ ആനന്ദാരവം മുഴക്കുകയാണ്. ഭൂരിപക്ഷം, വൻ ഭൂരിപക്ഷം അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ആരാണ് ഈ ബറാക് ഒബാമ? ഞാൻ വിശദമായി അന്വേഷിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട്. സ്വർഗഭോഗം അത് നിയമാനുസൃതമാക്കാൻ മടിയില്ലാത്തവൻ. സ്വർഗഭോഗികൾ അവർക്ക് വിവാഹമോ അവർക്ക് കുഞ്ഞുങ്ങളെ ദത്തെടുക്കാനോ എന്തിനും ഏതിനും അവർക്ക് ഇഷ്ടം പോലെ ലൈസൻസ് കൊടുക്കാൻ മടിയില്ലാത്തവൻ. ഞാൻ ജയിച്ചാൽ ഈ രാജ്യത്ത് സ്വർഗഭോഗം തെറ്റാണെന്ന് പറയുന്നവർക്ക് ക്രിമിനൽ കുറ്റമാക്കി മാറ്റുമെന്ന് നിയമം പാസ്സാക്കുമെന്ന് പറഞ്ഞവൻ. അബോർഷനും കുഞ്ഞുങ്ങൾ ജനിച്ചിട്ടാണെങ്കിൽ പോലും മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളെ വധിക്കണമെങ്കിൽ വധിക്കാമെന്ന് നിയമം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ ബറാക് ഒബാമ, അവനെയല്ലേ മജോറിറ്റി സപ്പോർട്ട് ചെയ്ത് ഭരണത്തിലെത്തിയത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തങ്ങൾക്ക് ഇമ്പമുള്ള
തങ്ങളുടെ ജഡത്തിന്റെ ഇച്ഛകൾക്ക് തോന്നിയതുപോലെ ജീവിക്കാൻ കയറൂരി വിടുന്ന ഭരണാധിപന്മാരെ തെരഞ്ഞെടുക്കുന്ന കാലം. ഈ അടുത്ത കാലത്ത് ലണ്ടനിൽ മുസ്ലിം സഹോദരങ്ങൾ ഒരു പ്രകടനം നടത്തി. അവര് ഉയർത്തിപ്പിടിച്ച പ്രകടനത്തിന്റെ പ്രധാന വിഷയം ഇതാണ്: ഈ യൂറോപ്യന്മാരുടെ കഴുത്ത് വെട്ടി കടലിൽ തള്ളണം. റച്ചഡ് ഫ്രീഡം, നശിച്ച സ്വാതന്ത്ര്യം, യൂറോപ്പ് ഈസ് എ ക്യാൻസർ. അവരുടെ പ്ലക്കാർഡുകളിൽ അവർ വെച്ചിരുന്ന വലിയൊരു മുദ്രാവാക്യമാണത്. ഞാനത് കേട്ടപ്പോൾ ആദ്യം ഷോക്ക് അടിച്ച്. എങ്കിലും ഞാൻ ചിന്തിച്ച്, ശരിയല്ലേ നമ്മുടെ സഹോദരങ്ങൾ പറഞ്ഞത്? ഈ ലോകത്തിൽ ഇതുപോലെ സെക്കുലറിസം പടർന്നു പിടിച്ചത് ഏത് രാജ്യങ്ങളിൽ നിന്നാണ്? ക്രിസ്തീയ രാജ്യങ്ങളെന്ന് അഭിമാനിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ, അമേരിക്ക എന്നല്ലേ? ഓ അമേരിക്ക, യൂറോപ്പ് രാജ്യങ്ങളെ, നിങ്ങൾ ദൈവത്തിന്റെ മക്കളുടെ ആത്മാവ് നിത്യനാശത്തിലേക്ക് പോകാൻ തക്കവണ്ണം, ജഡത്തിന്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാൻ തക്കവണ്ണം ലോകം മുഴുവനുമുള്ള ജനതകളെ നിങ്ങൾ വഴിതെറ്റിച്ചിരിക്കുന്നു. സെക്കുലറിസത്തിന്റെ ആത്മാവ് അവിടുന്ന് ലോകമാസകലം പടർന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിന്റെ വചനത്തിൽ ഇത് തന്നെയല്ലേ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങളിൽ ശ്രീക മുന്നറിയിപ്പ് നൽകിയത്? അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും. അപ്പോൾ സ്വാർത്ഥ സ്നേഹികളും ധനമോഹികളും അഹങ്കാരികളും ഗർവിഷ്ഠരും ദൈവദൂഷകരും മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവരും കൃതജ്ഞരും വിശുദ്ധിയില്ലാത്തവരും മനുഷ്യത്വമില്ലാത്തവരുമായ മനുഷ്യരുണ്ടാകും. അവർ വഴങ്ങാത്തവരും അപവാദം പറയുന്നവരും ആത്മനിയന്ത്രണമില്ലാത്തവരും ക്രൂരന്മാരും നന്മയെ വെറുക്കുന്നവരും വഞ്ചകരും എടുത്തുചാട്ടക്കാരും അഹന്തയുള്ളവരും ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം സുഖഭോഗങ്ങളിൽ ആസക്തിയുള്ളവരുമായിരിക്കും. ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം സുഖഭോഗങ്ങളിൽ ആസക്തിയുള്ളവര്. അവരുടെ പേരാണ് ലൗകിക മനുഷ്യൻ. ലൗകിക മനുഷ്യൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് പത്രമാധ്യമങ്ങൾക്കും ഭരണകൂടങ്ങൾക്കും ജനനേതാക്കന്മാർക്കും പാർട്ടി നേതൃത്വങ്ങൾക്കും ഇന്ന് മനുഷ്യന്റെ ആത്മാവിനെ സംബന്ധിച്ച കാര്യങ്ങൾക്ക് സമയമില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വില തോന്നുന്നില്ല. എന്താ കാരണം? കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ അതിൽ 14-ാമത്തെ തിരുലിഖിതം വചനം പഠിപ്പിക്കുന്നു: ദൈവാത്മാവിന്റെ ദാനങ്ങൾ ലൗകിക മനുഷ്യന് ഭോഷത്വമാകയാൽ അവൻ അത് സ്വീകരിക്കുന്നില്ല. ലൗകിക മനുഷ്യന്മാരുണ്ട്, ആത്മീയരുണ്ട്. സെക്കുലറിസത്തിന്റെ ആത്മാവ് ഒരു വ്യക്തിയെ പൂർണ്ണമായും ഗ്രസിക്കുമ്പോൾ അവനാണ് ലൗകിക മനുഷ്യൻ. അവൻ ജഡത്തിന്റെ പ്രേരണകൾക്കനുസരിച്ച് ജീവിക്കുന്നു. ദൈവാത്മാവിന്റെ ദാനങ്ങൾ പ്രാർത്ഥന, വിശുദ്ധി, ദൈവഭക്തി, സത്യസന്ധത, ദൈവത്തെ ഓർത്തുള്ള ജീവിതം, സുഖഭോഗങ്ങളെക്കാൾ ഉന്നത സ്ഥാനം ദൈവത്തിന് കൊടുക്കുന്ന രീതി, ഇത് ദൈവാത്മാവിന്റെ ദാനങ്ങൾ ലൗകിക മനുഷ്യന് ഭോഷത്വമാകയാൽ അവൻ അത് സ്വീകരിക്കുന്നില്ല. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവജനമേ, നിയന്ത്രണമില്ലാത്തൊരു തീവണ്ടിക്കുള്ളിലാണ് നിങ്ങൾ ഇരിക്കണമെന്ന് ഓർത്തുകൊള്ളുക. അവന്റെ ആത്മാവിന്റെ ഉത്തരവാദിത്വം മനസ്സിലാക്കി ദൈവസന്നിധിയിൽ ഈ ജഡത്തിന്റെ ഇച്ഛകൾക്കനുസരിച്ച് ജീവിക്കുന്നതിനേക്കാൾ ജഡത്തിന്റെ ഇച്ഛകളെ ആത്മാവിനാൽ നിഗനിച്ച് ജഡപ്രകാരമുള്ള ജീവിതത്തെ നിഗനിച്ച് ദൈവാത്മാവിന്റെ പ്രേരണയനുസരിച്ച് ആത്മീയമായി ജീവിക്കുന്നതിൽ അഭിമാനം കൊള്ളുക. അതിനുവേണ്ടിയാണ് ഇന്ന് ഈ നിമിഷങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് എന്നെ നിങ്ങളെ തൊട്ട് വിളിക്കുന്നത്. കണ്ണുകൾ അടച്ച് കരങ്ങൾ ഉയർത്തി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, സഭയെയും സഭാ സമൂഹങ്ങളെയും കുടുംബങ്ങളെയും ജനപദങ്ങളെയും ഗോത്രങ്ങളെയും ഭരണകൂടങ്ങളെയും രാജാക്കന്മാരെയും ഗ്രസിച്ചിരിക്കുന്ന സെക്കുലറിസത്തിന്റെ ആത്മാവിനെ ശാസിക്കുന്നു. ഓ ദുരാത്മാവേ, ഓ പൈശാചിക പീഡയെ നസ്രേനായ നാമത്തിൽ നിന്ന് ഞാൻ ശാസിക്കുന്നു. ദൈവമക്കളുടെ കുടുംബങ്ങളിൽ നിന്നും ദൈവമക്കളുടെ ഹൃദയങ്ങളിൽ നിന്നും ചിന്താ മണ്ഡലങ്ങളിൽ നിന്നും വിട്ടൊഴിഞ്ഞു പോവുക. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, നിർവീര്യമാകുക. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി.
മഹത്വത്തിൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ ഹൃദയങ്ങൾ നമുക്ക് പങ്കുവെക്കാം. ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. വർഷങ്ങളായി ഞങ്ങളുടെ അമ്മ ഒരു ഷുഗർ രോഗിയാണ്. ഷുഗർ രോഗികളിൽ സാധാരണ കണ്ടുവരാറുള്ള കിഡ്നി രോഗം എൻ്റെ അമ്മയെയും ബാധിച്ചു. രക്തത്തിൽ ക്രിയാറ്റിൻ എന്ന ഘടകം കൂടിയിട്ട് ദേഹമാസകലം നീരും അസ്വസ്ഥതകളും ഉണ്ടായി. ഒരു ന്യൂറോളജിസ്റ്റിൻ്റെ മരുന്നുകൾ കഴിച്ചു വരികയായിരുന്നു. കുർബാനയ്ക്ക് പോകാനോ കുടുംബത്തിലെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ പോലും പറ്റാത്ത വിധം അമ്മ രോഗിണിയായി. ആ ഇടയ്ക്ക് അമ്മയുടെ സഹോദരനും ഭാര്യയും ഞങ്ങളോട് പറഞ്ഞു, ഷാലോം ടി വിയിലെ അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ പങ്കെടുത്ത് ആരാധനയുടെ സമയത്ത് പ്രാർത്ഥിക്കുക. അത് കണ്ടപ്പോഴാണ് മനസ്സിലായത് അത് വെറും ഒരു പരിപാടിയല്ലെന്നും വളരെ വിലപ്പെട്ട വചനങ്ങളിലൂടെയുള്ള ഒരു വിശുദ്ധീകരണ പ്രാർത്ഥനയാണെന്നും. അന്ന് തൊട്ട് എല്ലാ ഞായറാഴ്ചയും 8:30 മുതൽ 9 മണി വരെയുള്ള അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമായി ഞങ്ങളുടെ കുടുംബം മാറി. 2 ഞായറാഴ്ച പ്രാർത്ഥിച്ചപ്പോഴേക്കും അമ്മയുടെ കിഡ്നി രോഗവും രക്തത്തിലുള്ള ക്രിയാറ്റിൻ്റെ അംശവും പരിപൂർണമായി വിട്ടുപോയി. അമ്മ സൗഖ്യം പ്രാപിച്ചു. യേശു ആർക്കും പരിപൂർണമായി സുഖപ്പെടുത്താൻ പറ്റാത്ത രോഗമാണ് ഞങ്ങളുടെ അമ്മയിൽ നിന്ന് കർത്താവ് പരിപൂർണമായി സൗഖ്യം നൽകി അനുഗ്രഹിച്ചത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, 2 കരങ്ങൾ ഈശോയുടെ പക്കലേക്ക് ഉയർത്തുക. ഇതാ ദിവ്യകാരുണ്യ ഈശോയിൽ നിന്ന് ശക്തി പുറപ്പെടുകയാണ്. കിടക്കയിൽ കിടക്കുന്ന രോഗികൾ, ഭവനത്തിൽ മാസങ്ങളും വർഷങ്ങളുമായി രോഗാവസ്ഥയോട് ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവർ, പല തകർച്ചകളിലും വേദനകളിരിക്കുന്നവർ, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിസ്സഹായാവസ്ഥയിരിക്കും എല്ലാവരും 2 കരങ്ങൾ ഉയർത്തി രക്ഷിതാവായ യേശു ക്രിസ്തുവിനെ വിളിക്കട്ടെ. ഹാലലുയ, ഹാലലുയ, ഹാലലുയ. ഓ കർത്താവെ, അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. അങ്ങയുടെ അത്ഭുത ശക്തി ആ തിന്മയുടെ കോട്ടകൾ തകരട്ടെ. അങ്ങയുടെ അത്ഭുത ശക്തി ആ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. അങ്ങയുടെ അത്ഭുത ശക്തിയാൽ പൈശാചിക പീഡകൾ വിട്ടുപോകട്ടെ. അങ്ങയുടെ അത്ഭുത ശക്തി കുടുംബങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ. വംശങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ. സെക്കുലറിസത്തിൻ്റെ എല്ലാ അരൂപികളും കുടുംബങ്ങളിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് പോകട്ടെ. കർത്താവെ, വഴക്കും വക്കാണവും കുടുംബങ്ങളിൽ നീങ്ങി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ജോലി തടസ്സങ്ങൾ മാറട്ടെ കർത്താവെ. മനപ്രയാസങ്ങളും നിരാശകളും സംശയ രോഗങ്ങൾ വിട്ടുപോകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്ത കുടുംബങ്ങൾക്ക് കർത്താവിൻ്റെ അനുഗ്രഹത്താൽ കുഞ്ഞുങ്ങളെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കുന്ന തടസ്സങ്ങൾ നസറേനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കത്തോലിക്ക സഭയിൽ ചേർന്ന് 4 വർഷത്തോളം കഴിഞ്ഞു. വിശുദ്ധ കുർബാനയിലൂടെയാണ് കർത്താവിനെ അറിയാനായി സാധിച്ചത്. പിന്നെ അതിനുശേഷം ഞങ്ങളിവിടെ വന്ന് 5 ദിവസം ധ്യാനം കൂടി. കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി. എൻ്റെ ഭാര്യയ്ക്ക് മുഴ വന്നിരുന്നു. 2 മുഴയുണ്ടായിരുന്നു. ഒന്ന് 7 സെൻറ്റിമീറ്റർ, ഒന്ന് 2 ചെറുത് വന്നിട്ട് 3 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നു. എനിക്ക് എത്ര 2 മുഴകൾ ഒരെണ്ണത്തിന് 7 സെന്റിമീറ്റർ വലിപ്പം, ഒരെണ്ണത്തിന് 3 സെന്റിമീറ്റർ. അപ്പൊ ഇവിടെ വന്ന് 5 ദിവസം ധ്യാനം കൂടിയതിന്റെ ഫലമായിട്ട് കഴിഞ്ഞ ജൂലൈയിലായിരുന്നു ധ്യാനം കൂടി മഴ പൂർണ്ണമായി മാറി. ഇപ്പോൾ ഒരു അസുഖമില്ല, പൂർണ്ണമായിട്ട് സൗഖ്യം കിട്ടി. 7 സെന്റിമീറ്റർ വലുപ്പമുള്ള മഴയും 3 സെന്റിമീറ്റർ വലുപ്പമുള്ള മഴ, 2 മുഴകള് ധ്യാനം കൂടി ജൂലൈയിൽ 5 ദിവസം ധ്യാനോടെ കൂടിയ സമയത്ത് അത്ഭുതകരമായി അപ്രതിരിപ്പം ഉണ്ടാവ് പൂർണ്ണമായിട്ട് മാറി. സഖിയുടെ ആരംഭം മുതൽ ഇവിടെ ധ്യാനത്തിന് വരാറുണ്ടായിരുന്നു. കൈയടിച്ച് സ്വയം മാതപ്പെടുന്ന എത്ര ദുഃഖമെന്നെ നേരിച്ചെന്നാലും, എത്ര ശത്രുവെന്നെ വളഞ്ഞെന്നാലും, എത്ര ദുഃഖമെന്നെ നേരിച്ചെന്നാലും, എത്ര ശത്രുവെന്നെ വളഞ്ഞെന്നാലും, എന്നെ കാത്തിടുന്നവൻ എന്നെ മാറോടക്കും, എന്നെ നിത്യമായ രാജ്യത്തെത്തിക്കും.